പ്രേമപരവശം, അതായത് ലൗസിക് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ലൈംഗികതയുമായി ചേർത്ത് മാത്രമേ അനേകർക്കും ചിന്തിക്കുവാൻ കഴിയൂ. എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ പ്രേമപരവശം സാധ്യമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ജീവസന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായി ദൈവവുമായി ബന്ധപ്പെടുന്നവരെല്ലാം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്. ദൈവം സ്നേഹമാകുന്നു എന്നാകുന്നു തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ സാക്ഷ്യം. ദൈവസ്നേഹം അറിയുന്നതുവരെ യഥാർത്ഥ സ്നേഹം എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. തുടർന്നും നമുക്ക് ചിന്തിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരു വിധത്തിലുള്ള ചിന്തയാണ് നിങ്ങളിൽ ഉണ്ടാകാറുള്ളത്? മറ്റ് മഹാത്മാക്കളെപ്പോലെ ഒരു മഹാത്മാവ്, നല്ല ഒരു ഉപദേശകൻ, ഒരു നല്ല ഗുരു, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവൻ, ഒരു പടി കൂടി കടന്ന് എൻ്റെ രക്ഷകൻ. ഇതൊന്നും മോശമായ ചിന്തയല്ല. അവിടുന്ന് എത്ര അത്ഭുതവാനാണെന്നുള്ള ചിന്ത, അവിടുത്തെ സൗന്ദര്യത്തിൽ മതിമറക്കുക, ഒരു തരം പ്രേമപരവശം, ലൗസിക്കാകുന്ന ഒരവസ്ഥ, അവിടുത്തെ തേജസ്സിനാൽ ചുറ്റപ്പെടുക, ആ അനുഭവത്തെ വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകൾ പോരാ. അവനുമായി ചത്ത ഒരു ബന്ധമല്ല, പിന്നെയോ ആഴമേറിയ ആത്മീയത, ഉറങ്ങുവാൻ കഴിയാത്ത പരവശത, അവിടുത്തെ തേജസ് നമ്മെ ആവരണം ചെയ്യുന്ന അവസ്ഥ. ഇതാ ഇവിടെ ഉത്തമഗീത പുസ്തകത്തിൽ കാന്തനിൽ പ്രേമപരവശയായിരിക്കുന്നു എന്ന് പറയുന്നു. ഉത്തമഗീതം 2-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ചിന്തിച്ചു. ഇന്ന് 5-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഞാൻ പ്രേമപരവശയായിരിക്കയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തീകരിപ്പീൻ, നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പീൻ. ക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവുമായുള്ള ആളത്വപരമായ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് സംതൃപ്തമായൊരു ബന്ധമാണ്. യേശുവിലും അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്ത കാര്യത്തിലും ദൈവം പൂർണ്ണമായും സംതൃപ്തിയുള്ളവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തേ, താങ്കൾ സംതൃപ്തനാണോ? ക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ താങ്കൾ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും കണ്ടെത്തുന്നുണ്ടോ? അതോ അവൻ്റെ ദൈവത്വത്തെ തള്ളിക്കളഞ്ഞ് സാധാരണ ഒരു മനുഷ്യനെ പോലെ, ഒരു മഹാത്മാവിനെ പോലെ, ഒരു ഗുരുവിനെ പോലെ മാത്രം അവനെ അംഗീകരിക്കുന്ന പ്രവണതയാണോ? ദൈവസ്നേഹത്തിന് വേണ്ടി നാം കാക്ഷിക്കുന്നു, എന്നാൽ അതിൻ്റെ മഹത്വം മുഴുവനും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിവില്ല എന്നതാണ് വാസ്തവം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവൻ്റെ ഇടംകൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവൻ്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. അവൻ്റെ ഇടത്ത് കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അവൻ്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും ഇവിടെ എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിപ്പാനും അവൻ മതിയായവനാകുന്നു. അവൻ തൻ്റെ കരം കൊണ്ട് നമ്മെ ആശ്ലേഷിക്കുന്നവനാണ്, താങ്ങി നടത്തുന്നവനാണ്. നാം വായിക്കുന്നത് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഒരിക്കലും അവിടുത്തെ കരം ബലഹീനമല്ല, അത് ശക്തമാണ്. ആ കരം ശക്തിയുള്ളതാകുന്നു, മതിയായതാകുന്നു. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിനിഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത്. എന്താണ് അവനെ ഉണർത്തുന്ന കാര്യം? താങ്കളുമായുള്ള അവൻ്റെ ബന്ധത്തിൽ അവനെ അസ്വസ്ഥനാക്കുന്ന കാര്യം, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതെന്താണ്?
അവനെ അസഹ്യപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപമാണത്. നാം അവനിൽ സംതൃപ്തിയുള്ളവരായിരിക്കണമെന്ന് മാത്രമല്ല, അവൻ നമ്മിലും സംതൃപ്തിയുള്ളവനായിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വഴിക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സംതൃപ്തി, ആ ഒരുമ. ഇനി നാം രണ്ടാമത്തെ ഗീതത്തിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഉത്തമഗീത പുസ്തകത്തിൽ 5 ഗീതങ്ങളുണ്ടെന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയും രണ്ടാമത്തെ ഗീതത്തിലേക്കാണ് നാം വരുന്നത്. ശലോമോൻ എവിടെയോ യാത്ര പോയിരിക്കുകയായിരുന്നു. അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി മണവാട്ടി വലിയ ആകാംക്ഷയോടെ നോക്കി കാത്തിരിക്കുകയായിരുന്നു. മണവാളൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പും മണവാട്ടിക്ക് എത്രമാത്രം ഉത്സാഹമുള്ള കാര്യമാണ്, അവളെ ഉത്തേജിപ്പിക്കുന്ന കാര്യമാണത്. സഭയെ ലോകത്തിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുവാൻ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയുടെ കാത്തിരിപ്പിൽ ഇതിൻ്റെ അന്തിമമായ നിവൃത്തി നാം കാണുന്നു. ഇനിയും പ്രിയൻ്റെ സ്വരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. 8-ാം വാക്യം. അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ട് വരുന്നു. എൻ്റെ പ്രിയൻ്റെ സ്വരം. തൻ്റെ സ്വരത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന് പറയുവാനുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം, അതായത് അവൻ്റെ സ്വരം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എൻ്റെ പ്രിയൻ്റെ സ്വരം, അവൻ വരുന്നു. സഭയുടെ ഉൽപ്രാപണ സമയം ദൈവപുത്രൻ്റെ ശബ്ദമാണ് കേൾക്കുവാൻ പോകുന്നത്. ഈ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സഭ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടുമല്ലോ. അതിനെയാണ് ഉൽപ്രാപണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നാം കേൾക്കുന്നത് അവൻ്റെ ശബ്ദമാണ്. അവനെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരുടെ കൂട്ടമാണ് സഭ. നാം അവൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നാം അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. ഇന്ന് നാം അവനെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അവൻ വരുമ്പോൾ നാം അവൻ്റെ ശബ്ദം തിരിച്ചറിയും. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ ആരാണെന്ന് ആടിനറിയാം. സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ കർത്താവായ യേശു വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും കാഹളനാദവും എല്ലാം അവൻ്റെ സ്വരമാണ്. എൻ്റെ പ്രിയൻ്റെ സ്വരം, അതാണ് നാം കേൾക്കുവാൻ പോകുന്നത്. അവൻ വരുന്നു. സഭയുടെ ഉൽപ്രാപണത്തിൻ്റെ എത്ര മനോഹരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുന്നതിന് വരുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഒരു ശബ്ദമല്ല, അതിശയകരമായ മഹിമയുടെ ദൃശ്യമാണ് നാം കാണുവാൻ പോകുന്നത്. ഉൽപ്രാപണത്തിലെ, അതായത് മധ്യാകാശത്തിലെ അവൻ്റെ വരവിലെ പോലെ ചെവിക്ക് കേൾക്കുന്ന കാര്യമല്ല അന്ന് സംഭവിക്കുന്നത്. കണ്ണിന് കാണുവാനുള്ള മഹത്വമാണ് അപ്പോഴുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശങ്ങളിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. എന്നാൽ ഈ മധ്യാകാശത്തിൽ വരുന്നതായിട്ടുള്ള വരവിൽ എൻ്റെ പ്രിയൻ്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. അതാ അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. ഇത് കാവ്യ ഭാഷയാണെന്ന് മനസ്സിലായല്ലോ. ദൈവം കവിതയിൽ കൂടി നമ്മോട് സംസാരിക്കുവാൻ ശ്രമിക്കുകയാണ്. യേശുവിൻ്റെ പാദങ്ങളെക്കുറിച്ച് വളരെയധികം പറയപ്പെട്ടിട്ടുണ്ട്. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. അവൻ എൻ്റെ കാലുകളെ മാൻപേടെ കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിന്മേൽ എന്നെ നിൽക്കുമാറാക്കുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 33-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. പിന്നീട് സങ്കീർത്തനക്കാരൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉഷസ്സിൻ മാൻപേട എന്ന് പറഞ്ഞിരിക്കുന്നത് 22-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നാം കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ ദുഃഖത്തിൻ്റെ ദിവസം, ക്രൂശിലെ കഷ്ടതയുടെയും മരണത്തിൻ്റെയും ദിവസം അത് വെളിപ്പെടുത്തുന്നു. ഉഷസ്സിലെ മാൻപേടയുടെ ചിത്രമാണത്. രാത്രി മുഴുവൻ നായ്ക്കൾ മാൻപേടയെ പിന്തുടരുകയായിരുന്നു.
അവർ അതിൻ്റെ മാംസം കടിച്ച് കീറി തിന്നുവാൻ പോവുകയാണ്. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് 22-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ എന്താണ് നാം കാണുന്നത്? അവൻ പർവ്വത ശിഖരത്തിൽ നിൽക്കുന്ന ഉഷസ്സിൻ മാൻപേടയാണ്. അവൻ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അതേ പ്രിയ സുഹൃത്തെ, അവൻ മടങ്ങി വരുവാൻ പോകുന്നു. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള മടങ്ങി വരവിനെ കവി മനോഹരമായ ഭാഷയിൽ ഇവിടെ വിവരിക്കുകയത്രേ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 9-ാം വാക്യത്തിലേക്ക് വരാം. നോക്കിക്കാട്ടെ, 9-ാം വാക്യം. എൻ്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. ഇന്ന് അവൻ മതിലിന് പുറത്താണ് നിൽക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. നാം താഴെ ഭൂമിയിലും. 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ആ സംഭവം ഓർക്കുന്നുണ്ടല്ലോ. അതിനുശേഷം അവൻ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയ സമയം പോലെ അത്രേ ഇത്. അവൻ്റെ ശിഷ്യന്മാർ ഗലീല കടലിൽ ഒരു കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ കൊടുങ്കാറ്റിലും ഓളത്തിലും പെട്ടിരിക്കുന്നു. അവൻ ഉയരത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. കാറ്റിലും ഓളത്തിലും പെട്ടതായ തൻ്റെ ജനത്തെക്കുറിച്ച് അവന് ചിന്തയുണ്ട്. അവൻ മതിൽക്ക് അപ്പുറമാണ്. സൂര്യന് കീഴിലുള്ള സകലവും അവനിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്നു. ലോകം, ജഡം, പിശാച്, അങ്ങനെ എല്ലാം. എന്നാൽ അവൻ സക്കായിയോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മോട് പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് സക്കായിയോട് പറഞ്ഞു, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇന്നും കർത്താവ് നമ്മോട് പറയുന്നത് നമ്മോടുകൂടെ അകത്ത് വന്ന് അത്താഴം കഴിക്കാൻ താൻ താല്പര്യപ്പെടുന്നെന്നാണ്. ചുങ്കക്കാരൻ്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ അവൻ കൂട്ടായ്മ അനുഭവിച്ചു. താങ്കൾ അവനെ ക്ഷണിക്കുമെങ്കിൽ അവൻ താങ്കളുടെ അടുത്തേക്ക് കടന്നു വരും. യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ നിങ്ങൾ അറിയുന്ന ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, ഇന്ന് ലോകം അവനെ അറിയുന്നില്ല, അവൻ മതിലിന് പുറത്താണ്. അവഗണനയുടെ മതിൽ, ദൈവത്തോടുള്ള ശത്രുതയാകുന്ന മതിൽ, പാപമാകുന്ന മതിൽ, അതിന് വെളിയിൽ പലരും അവനെ നിർത്തിയിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അവൻ മതിലിന് പുറത്താണോ അതോ നിങ്ങളോട് കൂടെയാണോ? 10 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. 13 വരെ വായിക്കാം. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിൻ്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി കൊടുത്തു. താൻ സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ വരുന്നത് കൊണ്ടാണ് അവൻ അപ്രകാരം ചെയ്തത്. അവൻ അവളെ വിശുദ്ധയായി തനിക്ക് തന്നെ നൽകുവാൻ പോകുകയാണ്. വിശ്വാസികളായ നമുക്കെല്ലാം ആ വിശുദ്ധീകരണം ആവശ്യമാകുന്നു. വചനമാകുന്ന ജലത്താൽ അവൻ നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. അവൻ തനിക്ക് തന്നെ കറയും കളങ്കവും ഇല്ലാത്ത മഹത്വകരമായൊരു സഭയെ കാഴ്ചവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് വിശുദ്ധവും കളങ്കമറ്റതുമായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക എന്നവൻ പറയുന്നത്. ശീതകാലം കഴിഞ്ഞു, ഇവിടെ തണുപ്പ് കാലമാകുന്നു എന്നർത്ഥം. മഴയും മാറിപ്പോയല്ലോ. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ അപ്പോൾ വഴിമാറിപ്പോകും. പ്രിയ വിശ്വാസി, ഇന്ന് താങ്കൾ വളരെ കഠിനമായ ശോധനയിൽ കൂടി കടന്നു പോവുകയാണോ? അതെ, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് അന്നേ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ദൈവപൈതലിനും ഈ ഭൂമിയിലെ ജീവിതം പൂമത്തയുടെ അനുഭവമല്ല. പലരും അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിരാശപ്പെടരുത്.
വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായും അത് നിരാശയ്ക്ക് വഴി കൊണ്ടുവരും. എന്നാൽ കർത്താവിൻ്റെ വകയാകുന്നു നിങ്ങൾ എന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നത്രേ അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. അതായത് നിങ്ങൾ ദൈവ പൈതലാകുന്നു എങ്കിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഈ ആയുസ്സിലുണ്ടായിരിക്കും എന്നർത്ഥം. എന്നാൽ അവൻ വരുമ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം നീങ്ങിപ്പോകും. അവൻ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ച് നീക്കും. തകർന്ന ഹൃദയങ്ങൾ അവൻ ഭേദമാക്കും. നാം അവൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാ ദുഃഖവും നീങ്ങിപ്പോകും. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. ക്രിസ്തു തനിക്കുള്ളവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം വളരെ മനോഹരമായ പൂന്തോട്ടം നിറഞ്ഞതായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. പുതിയ യെരുശലേമിൽ ഒരുപക്ഷെ അനേക വിധത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടായിരിക്കാം. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിൻ്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഇതും വളരെ മനോഹരമായ ഒരു വിവരണമാണ്. നാം അവൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ വളരെയധികം പാട്ടുകൾ പാടും. അവിടുന്ന് സന്തോഷത്തിൻ്റേതായിട്ടുള്ള അവസരമാകുന്നു നമുക്ക് തരുവാൻ പോകുന്നത്. സുവിശേഷങ്ങൾ ആരംഭിക്കുമ്പോൾ അനേകം പാട്ടുകൾ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ എത്ര പാട്ടുകളുണ്ട് അതിനകത്ത്. സെക്കറിയാവിൻ്റെ പാട്ട്, എലിസബത്തിൻ്റെ പാട്ട്, മറിയയുടെ പാട്ട്, ഹന്നായുടെ പാട്ട്, ശിമയോൻ്റെ പാട്ട്, അങ്ങനെ അനേകം പാട്ടുകൾ. യേശുവിൻ്റെ ജനത്തോട് അനുബന്ധിച്ച് വളരെയധികം പാട്ടുകളുണ്ട്. സഭ പാട്ട് പാടിക്കൊണ്ടാണ് ആരംഭിച്ചത്. റോമാ സാമ്രാജ്യത്തിൽ ഇവരുടെ സന്തോഷത്തോടു കൂടിയ പാട്ടുകളാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആദിമസഭയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് പീഡനത്തിലൂടെ കടന്നുപോയിരുന്ന ഈ ജനത്തിൻ്റെ പാട്ടാണ്. ഒരിക്കലും പാടുവാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ പാട്ടുപാടി. അതെ, ഒരിക്കൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവിന് പുതിയ പാട്ട് പാടും. കാരണം അവൻ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അവൻ്റെ വലിയ രക്ഷയ്ക്കുള്ള നന്ദി സൂചകമായി സന്തോഷത്തോടുകൂടെ നാം അവന് പാട്ട് പാടേണ്ടത് ആവശ്യമാണ്. അതെ, ഏതൊരു ഹൃദയവും പാടിപ്പോകും. കാരണം നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നിരുന്ന നമ്മെ അവൻ വിടുവിച്ചു, വീണ്ടെടുത്തു. ഒരിക്കലും അർഹിക്കാത്ത പദവികളിൽ നമ്മെ അവൻ കൊണ്ടെത്തിച്ചു. പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നത്, അല്ലെങ്കിൽ പാടുന്നതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ നിഗളഭാവമാണ്. ഓ, ഞാൻ ഇത്രയൊന്നും അല്ലായിരുന്നു ആകേണ്ടത്, ഞാൻ ആകേണ്ടതുപോലെ ഒന്നും ആയിട്ടില്ല, എനിക്ക് ലഭിക്കേണ്ടതൊന്നും ദൈവം തന്നില്ല എന്ന ചിന്ത. എന്നാൽ ഒരു ദൈവപൈതൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ താഴ്മയോടും വിനയത്തോടും കൂടെ തൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. ഞാൻ ആരുമായിരുന്നില്ല, എന്നാൽ എൻ്റെ ദൈവം എന്നെ കരുതി. പക്ഷികൾ പാടുന്ന കാലത്താണ് മുന്തിരിവള്ളി മുറിക്കുകയും ചെയ്തിരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനും നിങ്ങളും വള്ളിത്തല മുറിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. എന്നാൽ പാട്ടിൻ്റെ സമയം വരാൻ പോകുന്നതേയുള്ളൂ. കുറുപ്രാവിൻ്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. കാട്ടുപ്രാവിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രാവ് എല്ലായ്പ്പോഴും സമാധാനത്തിൻ്റെ ചിഹ്നമാകും. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് പ്രാവ് പുറത്തുപോയി നോഹയ്ക്കൊരു ഒലിവില കൊണ്ടു കൊടുത്തതാണ് അതിന് കാരണം. പ്രാവ് സമാധാനത്തിൻ്റെ ചിഹ്നമാകും. അത് സമാധാനത്തെ കുറിക്കുന്നതായിരുന്നു. കാരണം ന്യായവിധി കഴിഞ്ഞിരിക്കുന്നു, ശിക്ഷാവിധി കഴിഞ്ഞു പോയതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉള്ളതായ പൂർണ്ണമായ രക്ഷയെ പ്രാവ് സൂചിപ്പിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അത് വെളിപ്പെടുത്തുന്നു. ക്രിസ്തു നമ്മുടെ ശിക്ഷാവിധി തൻ്റെ മേൽ ഏറ്റെടുത്തതിനാൽ നാം ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. അവൻ നമുക്ക് പകരമായി ശിക്ഷ വഹിച്ചു. ഞാൻ ആരായിരിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്തു ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് രക്ഷ ലഭ്യമായത്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ പാപം ഒന്നുകിൽ നിങ്ങളുടെ മേൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവ ക്രിസ്തുവിന്മേലാണ്. താങ്കളുടെ പാപങ്ങൾ താങ്കളുടെ മേൽ തന്നെ ആയിരിക്കുന്നുവെങ്കിൽ താങ്കൾ ഇന്നും ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. താങ്കൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ പാപങ്ങൾ അവൻ്റെ മേലാണ്. അവൻ അവയെ താങ്കൾക്ക് വേണ്ടി വഹിച്ചു.
താങ്കൾ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കുന്നു. വിശ്വാസത്താൽ താങ്കൾ രക്ഷ സ്വായത്തമാക്കുന്നു. അവൻ നമുക്കുണ്ടാക്കി തന്ന സമാധാനത്തെയാണ് പ്രാവ് സൂചിപ്പിക്കുന്നത്. അതെ, സഭയ്ക്ക് വേണ്ടി ക്രിസ്തു വരുമ്പോൾ ഓരോ വിശ്വാസിയും അവനോടുകൂടെ പോകും. നാം അവനോടുകൂടെ ഇരിക്കുവാൻ പോകുന്നു. കാരണം ക്രൂശിലെ തൻ്റെ രക്തത്താൽ അവൻ സമാധാനം ഉണ്ടാക്കിയിരിക്കുന്നു. പ്രാവ് അതിൻ്റെ ചിഹ്നമാകുന്നു, സമാധാനത്തിൻ്റെ ചിഹ്നം. അതെ, സഭയ്ക്ക് വേണ്ടി ക്രിസ്തു വരുമ്പോൾ ഓരോ ക്രിസ്തുവിശ്വാസിയും അവനോടുകൂടെ പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ക്രൂശിലെ തൻ്റെ രക്തത്താൽ അവൻ സമാധാനമുണ്ടാക്കി ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തന്നു. ഓരോ ദൈവവൈതലും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണോ? ഏത് സമയവും അവൻ വന്ന് വിളിച്ചാൽ പോകുവാൻ തയ്യാറാണോ? ഈ പ്രാവ് പ്രഭാതത്തിൻ്റെ പക്ഷിയാണ്. അത് അതിരാവിലെ ഉണരുന്നു, ഒരു പുതിയ ദിവസം വരുന്നു എന്നത് വിളിച്ചറിയിക്കുന്നു. അതേ തുടർന്ന് ഇവിടെ നാം വായിക്കുന്നത് അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. ഇവ ശരത്കാലത്തിൻ്റെ ലക്ഷണമാണ്. എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്നത്രേ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതത്രേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് അവൻ പറഞ്ഞു, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവിനെക്കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്. അതും കൂടെ നമുക്ക് നോക്കാം. 14-ാം വാക്യം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. സങ്കീർത്തനക്കാരൻ 74-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ, നിൻ്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ എന്ന്. കർത്താവ് നമ്മെ വിടുവിക്കുമോ? അവൻ നമ്മെ പാറയുടെ പിളർപ്പിൽ മറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പാറ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അവൻ നമ്മുടെ ശിക്ഷ വഹിച്ചത് കൊണ്ട് നമുക്ക് അവനിൽ ആശ്വസിക്കുവാൻ കഴിയും. അത് നമുക്ക് സംതൃപ്തിയും സുരക്ഷിതത്വവും നൽകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് ക്രിസ്തുവാകുന്ന പാറമേലാകുന്നു എങ്കിൽ താങ്കൾ സുരക്ഷിതനാണ്. നാം പതറിപ്പോയി എന്ന് വന്നേക്കാം, കുലുങ്ങിപ്പോയി എന്ന് വന്നേക്കാം. പക്ഷേ നാം നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാകുന്നു എങ്കിൽ ആ പാറ ഒരിക്കലും കുലുങ്ങുകയില്ല, ഒരിക്കലും അത് മാറിപ്പോകില്ല. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നം കൂടിയാണ്. അവനൊരു പ്രാവ് പോലെ യേശു ക്രിസ്തുവിന്മേൽ ഇറങ്ങി വന്നതായിട്ട് നാം വായിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വിശ്വാസിയിലും പ്രാവിനെ പോലെയുള്ള ആത്മാവ് അധിവസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. യഥാർത്ഥ വിശ്വാസികൾ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ലാളിത്യമുള്ളവരുമായിരിക്കും. നാം പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിൽ അവർ മിസ്രൈമിൽ നിന്ന് ഒരു പക്ഷിയെപ്പോലെ, അശൂർ ദേശത്തു നിന്ന് ഒരു പ്രാവിനെപ്പോലെയും വിറച്ചും കൊണ്ടുവരും, ഞാൻ അവരെ അവരുടെ വീടുകളിൽ മേൽ പാർപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് നാം വായിക്കുന്നു. പ്രാവ് പേടിയുള്ള പക്ഷിയാണ്. അതിന് പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരിക്കുവാൻ സ്ഥലം ആവശ്യമാണ്. നമുക്ക് വേണ്ടി മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രമാണ് ഇവിടെ പാറയുടെ പിളർപ്പിൽ നാം കാണുന്നത്. കുന്തം കൊണ്ടുള്ള മുറിവിൽ കൂടി ഞാൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ കടന്നു ചെന്നു എന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതെ, പാറയുടെ പിളർപ്പിൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അത് ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ആ പദവി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടിയുള്ള വാഞ്ചയും കാത്തിരിപ്പുമാകുന്നു ദൈവജനത്തിന്
ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നത്. ലോകത്തിലുള്ള താൽക്കാലികമായ സകല കഷ്ടങ്ങളെയും അതിജീവിക്കുവാൻ ഈ പ്രത്യാശ ദൈവജനത്തെ പ്രാപ്തരാക്കുന്നു. ദൈവത്തോട് ചേരുവാനുള്ള അഭിവാഞ്ചയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കട്ടെ. ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനാകും.